492 റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടില്ല, നാളെ റദ്ദാക്കും. പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കാൻ PSC. റാങ്ക് പട്ടികയിലുള്ള മുഴുവൻ പേർക്കും നിയമനം നൽകാനാവില്ലെന്ന് മുഖ്യമന്ത്രി. എന്താണല്ലേ നടക്കുന്നത്? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു വാർത്തയാണ് PSCയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ് ഈ PSCയും PSCയുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പ്രശ്നവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനം എടുത്താൽ തീരുമാനമാണ്. അപ്പോൾ നമുക്കതിൽ ഒരു സൈഡിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ വിഷമമുണ്ട്. കാര്യം ഒരുപാട് ബുദ്ധിമുട്ടി, അതല്ലെങ്കിൽ ഒരുപാട് രാത്രികൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിച്ചിട്ടാണ് ഓരോ കുട്ടികളും. ഇപ്പോൾ നമുക്കറിയാം, ഈ സിവിൽ പോലീസ് ഓഫീസറിലും അതേപോലെ വിമൻ പോലീസിലേക്ക് കുട്ടികൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ചെന്നിരുന്ന മുടിമുറിച്ച പ്രതിഷേധം, അതേപോലെ ഒരു ഭാഗത്ത് മുടിമുറിച്ച പ്രതിഷേധം, മറ്റൊരു ഭാഗത്ത് സെക്രട്ടേറിയറ്റിലെ പാർട്ടിക്കാരുടെ സമരം, അവരെ കീഴടക്കാനുള്ള പോലീസിൻ്റെ ശ്രമം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഇഷ്യൂ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെടുത്തിയും അതേപോലുള്ള ഈ PSCയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. വേറൊന്നുമില്ല, നമുക്ക് പഠിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നേരത്തെ LGSൽ ഏകദേശം 11,000 പേരെ നിയമിച്ചെടുത്ത് ഇപ്രാവശ്യം നിയമിച്ചത് ഏകദേശം 6,000 പേരെ മാത്രമാണ്. പക്ഷേ റാങ്ക് ലിസ്റ്റോ ഈ പട്ടികയിലെ എത്രയോ മടങ്ങ് അധികമാണ് ഈ റാങ്ക് ലിസ്റ്റ് പട്ടിക വന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞത്, എന്താണ് റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരെയും നിയമിക്കാനുള്ളതല്ല എന്നുള്ള കാര്യം. പിന്നെ ഈ റാങ്ക് ലിസ്റ്റ് എന്തിനാണ് ഇത്രയും നീട്ടുന്നത്? അതൊരു ചോദ്യമാണല്ലേ. ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇങ്ങനെയൊരു റാങ്ക് ലിസ്റ്റ് ഇത്രയും നീളത്തിൽ നീട്ടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലോട്ടും അതേപോലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഇത്രയും റാങ്ക് ലിസ്റ്റ് ഇത്രയും വലുതാക്കേണ്ട, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലുള്ള ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പട്ടിക, ഇത്രയും വലിയൊരു പട്ടിക തയ്യാറാക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. നമുക്ക് പഠിച്ചാൽ മാത്രമേ നമുക്കിനി ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കൂട്ടുകാരൻ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചേച്ചി പഠിക്കുന്നു, നമ്മുടെ ചേട്ടൻ പഠിക്കുന്നു, ചേച്ചിക്ക് ജോലി കിട്ടി, ചേട്ടന് ജോലി കിട്ടി, അയൽപക്കത്തുള്ള ചേട്ടന് PSCയിൽ ജോലി കിട്ടി എന്നൊന്നും പറഞ്ഞ് നമ്മൾ PSC നോക്കിയിട്ട് ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിന് വേണ്ടി നിന്ന് വേറെ ഒന്നും ലക്ഷ്യമല്ലാതെ ഈ ഒരു PSC ജോലി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി രക്ഷയുള്ളൂ. നമുക്കറിയാം, ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ നമ്മുടെ PSCയിൽ പഠിപ്പിക്കുന്നതിൽ തന്നെ ഒരുപാട് പേര് ജോലിയുള്ളവരുണ്ട്. അതേപോലെ ജോലി രാജിവെച്ചിട്ട് PSC പഠിപ്പിക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ ചിലവർക്ക് എന്താണ്, ഇതൊരു പാഷനാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അവർക്കൊരു പാഷനാണ്, അവർക്ക് സന്തോഷം നൽകുന്നൊരു ജോലിയാണ്. പക്ഷേ ചിലവർക്കാണെങ്കിലോ അവർക്ക് മണി മാത്രമേ ഉള്ളൂ, പൈസയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അവർക്ക് ജോലിയുടെ സാറ്റിസ്ഫാക്ഷൻ ഒരു ഫാക്ടറല്ല. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ ഒരു തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരുന്നൊരു സിറ്റുവേഷനിൽ നല്ലൊരു ജോലി, അതും സർക്കാർ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സേഫ്റ്റി അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് നിരാശയായി പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് മാക്സിമം നന്നായിട്ട് പഠിക്കുക. ആ ഒരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതേപോലെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മുടെ പിൻവാതിൽ നിയമനം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നേരെ പഠിക്കുക, റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലോട്ട് വരിക അല്ലെങ്കിൽ മുന്നോട്ട് വരിക, അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റിലോട്ടും അതേപോലെ അപ്പോയിൻമെൻറ്റും വാങ്ങിയെടുക്കുക എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക, കുറച്ചും കൂടി സീരിയസ് ആവുക. കാര്യം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നല്ലൊരു ജോലി ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കുറച്ചും കൂടിയൊക്കെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. കറണ്ട് അഫയേഴ്സൊക്കെ വളരെ നന്നായിട്ട് തന്നെ നോക്കുക. ഓക്കെ, നമ്മുടെ വീഡിയോസിൽ കറണ്ട് അഫയേഴ്സൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ആനുകാലിക സംഭവങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ നോക്കി പഠിക്കുക. അതേപോലെ സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ നിങ്ങൾ കഴിവതും ആ സിലബസ് വെച്ച് തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും അപ്പോയിൻമെൻറ്റ് കിട്ടാത്തവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കേണ്ടെന്ന് മാത്രമാണ്. അല്ലാതെ ഇതിനെക്കുറിച്ച് അവർക്ക് വേണ്ടി പറയാനായിട്ട് വേറെ വാക്കുകളൊന്നും എൻ്റെ മനസ്സിലോട്ടും വരുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ലപോലെ തന്നെ പഠിക്കുക, നല്ല ജോലി ഉണ്ടാക്കുക. നമുക്ക് വീണ്ടും കാണാം.